അച്ഛനൊരു സമയം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തിന് ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഡിവൈഎസ്പിക്ക് കുറിപ്പ് കഴിഞ്ഞത്. അച്ഛൻ ഇതേപറ്റി നേതാക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറിപ്പിലുണ്ട്, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? അത് കുറിപ്പിലുണ്ട്. അത് എനിക്ക് ഈ ഐ സി ബാലകൃഷ്ണന്റെ പേര് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പരാമർശിച്ചിട്ടുണ്ട്. അച്ഛൻ ഈ ബാധ്യതകൾ എങ്ങനെ വന്നു എന്നാണ്? അച്ഛൻ കൊടുക്കേണ്ട ബാധ്യതയെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അത് കൂടാതെയുള്ള ബാധ്യതകളൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി ചിലവാക്കിയതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ പാർട്ടിക്കാർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. ഇത് മുന്നേ എന്നോടൊന്നും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് പോലുമില്ല. പിന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാം. ഒരിക്കലും ഇത്ര സൂചന വന്നിട്ടില്ല. ചെറിയ ബാധ്യതകൾ എനിക്കറിയായിരുന്നു, പക്ഷെ അല്ലാതെ ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഐ സി ബാലകൃഷ്ണന്റെ പേരോ അല്ലെങ്കിൽ നേതാക്കളുടെ പേരോ ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ വീട്ടിൽ? അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കത്ത് കണ്ടപ്പോഴാണ് എനിക്ക് അറിയുന്നത്. ഞാൻ സംസാരിക്കാറുണ്ട്, ചില സമയത്ത് ചില കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒന്ന് ഇത്രയും ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ മകന് ജോലി അന്ന് ബാങ്കിന് നഷ്ടമായല്ലോ, നഷ്ടമായി. അതും അച്ഛനൊരു വേദനയായിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് നഷ്ടപ്പെടുത്തിയതാണെന്നാണ് കത്തിൽ പറഞ്ഞത്. അത് ഒരു 7 കൊല്ലത്തോളം PTS ആയിട്ട് അവൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 7 കൊല്ലത്തൊരു ഇതുപോലും അവന് ആ ഒരു പിരിച്ചുവിടേണ്ട കാലഘട്ടത്തിൽ അവന് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ചെറിയതായിട്ട് അവന് അമ്മ മരിച്ചപ്പോൾ തന്നെ കുറച്ചൊരു മാനസികമായിട്ട് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതും കൂടി ആയപ്പം പൂർണ്ണമായി. പിന്നെ അച്ഛനൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിലായിരുന്നു പിന്നെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതും പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതിലേക്ക് വന്നപ്പം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അച്ഛൻ വീട്ടിൽ തന്നെയാണ്. അധികം പുറത്തൊന്നും പോകാറില്ല. അധികം ഇത് ഒരു ലിമിറ്റഡാണ്, ആ ലെവലിലേ പോയിക്കൊണ്ടത്. അപ്പൊ ഈ അച്ഛൻ ഈ കോൺഗ്രസ് നേതാക്കൂടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആരും ഇതിൽ ഇടപെട്ടില്ലേ? എൻ്റെ അറിവിൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇവിടെ വെച്ച് ഇവിടുന്ന് എനിക്ക് എന്നെ ഏൽപ്പിച്ച് പോയതാണത്. ഞാനിത് അറിയുന്നത് ആ സമയത്തൊന്നും ഞാൻ അറിയില്ലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ തിരിച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അന്നേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ശരിയാവും മോനെ, പേടിക്കണ്ട, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിന് ഈ കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം? ഇല്ല. എന്തായാലും അന്വേഷിക്കട്ടെ. വീട്ടിൽ പറഞ്ഞനുസരിച്ച് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കത്തിൽ എല്ലാത്തിനും ഇതുണ്ട്. ഉണ്ട്. ഇപ്പൊ പോലീസിന് കൊടുത്തോ കത്ത്? കൊടുത്തില്ല, പോലീസിന്. ഇതിലുള്ള ആളുകൾക്ക് കർശന നടപടി വേണം തന്നെയല്ലേ പിന്നെ ഇപ്പോഴത്തെ ഘട്ടത്തിലല്ല, എന്തായാലും ഇനി വേറൊരാൾക്ക് ഇങ്ങനത്തെ ഒരു ഗതികേട് ഉണ്ടാവരുത്. അല്ല, ഞങ്ങൾ അറിയുന്ന എൻ എം വിജയൻ എന്ന് പറഞ്ഞ ആള് വലിയ ശക്തനായിട്ടുള്ള വലിയ ധൈര്യമുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച ആളാണ്. അത് പലർക്കു വേണ്ടിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അച്ഛൻ തന്നെയായിരുന്നു മുൻപന്തിയിലായിരുന്നു. പക്ഷെ അച്ഛൻ്റെ ഒരു പ്രശ്നം വന്നപ്പം കൂടെ ഉണ്ടായിരുന്നവർ പോലും തള്ളി പറഞ്ഞു. അതായിരിക്കണം ചിലപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. മുൻപേ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഈ സാമ്പത്തിക ബാധ്യതയിൽ അച്ഛൻ വലിയ സങ്കടത്തിലായിരുന്നു. അവസാനം ഇതിൽ നല്ല സങ്കടത്തിലായിരുന്നു. ചില സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ പറ്റാത്തൊരു ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പം സ്ഥലം പോലും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പൊ ഈ നിയമനത്തിന്റെ പേരിൽ ഈ ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ട് പൈസ ചോദിക്കാറുണ്ടായിരുന്നോ? അവസാന കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് പൈസ ചോദിക്കാറുണ്ടായിരുന്നു ആളുകൾ. അപ്പൊ അതുകൂടെ ഇപ്പൊ മാനസിക സങ്കടമായിരുന്നു. ഇപ്പൊ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അച്ഛനെ കുടുംബം പരാതി എന്നുള്ള നിലയിൽ തന്നെ ഈ കത്ത് കൂടെ പുറത്തു വരുന്നത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും.